എടാ നീ കുറേ നേരം എന്നെ ഒരുമാതിരി രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുമാതിരി സത്യം പറഞ്ഞാൽ ഈ തലയും കൈയൊക്കെ കടിച്ചു കീറി വായിക്കൂടെ ചോര ഒലിപ്പിച്ച് വരുന്ന ചെന്നായക്കളെ നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ നീ ഇപ്പം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ നീ വിചാരിക്കുന്ന പോലെ കണ്ണിച്ചോറില്ലാത്തൊരു ചെറ്റൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു, അത്ര എവിടെ നടക്കുന്നുള്ളൂ. രക്ഷപ്പെടുത്തുക ഇൻ ദ സെൻസ് ബിക്കമിങ് ദ ബെസ്റ്റ്, അതാണ് എൻ്റെ കണക്കിൽ രക്ഷപ്പെടൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വഴിയിൽ കുറേ പന്നന്മാർ കയറി വന്നേക്കാം, അവരൊക്കെ ഞാൻ വേറോടെ പീടെടുത്ത് എറിഞ്ഞേക്കാം. അതിലെനിക്ക് യാതൊരു കുറ്റബോധവും തോന്നുന്നില്ല. അതങ്ങനെയാണ്, അതാണ് അതിൻ്റെ കളി, അങ്ങനെയാണ് അത് വേണ്ടത്. അതിൽ എന്ത് തെറ്റെനിക്ക് തോന്നുന്നുണ്ട്? അതാണ് അതിൻ്റെ പ്രോസസ്സ്. സത്യം പറഞ്ഞാൽ ഞാൻ കാരണം വീണുപോയ ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് ദേഷ്യമോ അവരോട് സങ്കടമോ ഒന്നും എനിക്ക് തോന്നാറില്ല. ആകെ തോന്നണത് എന്താ പറയുക, സഹതാപം മാത്രമാണ്. കാരണം അവർക്ക് വേറെ കുറേ വഴി ചൂസ് ചെയ്യായിരുന്നു. വെറുതെ ചൂസ് മൈ ട്രാക്ക്, അതാണ് അവർക്ക് പറ്റിയ തെറ്റ്. വെറുതെ ബാക്കി ഞാനാണെങ്കിൽ വിട്ടും കൊടുക്കില്ല, സമ്മതിക്കില്ല. എന്താ പറയാനാ, ഓരോ സമയമായി കാണും, തീരാനുള്ള സമയമായി കാണും. ഇതിലെ ഈ കളി ഇങ്ങനെ ആദ്യം എത്തി ആദ്യം ചോദിക്കുന്നതല്ല കിട്ടുക. ആദ്യം എത്തിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നവന്മാരൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി അവരൊക്കെ ഓരോരുത്തരായിട്ട് തീർത്ത് വേണ്ട സാധനം എടുത്തിങ്ങ് പോരുക, വാഴുക. അതാണ് കളി. ഇവിടെ വീണ ചോരയ്ക്കല്ല കണക്ക്, നമ്മൾ നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങൾക്ക് കണക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ നീ വിചാരിക്കും ഞാൻ ഭയങ്കര അൺഎത്തിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതൊക്കെ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കും മോനെ, എത്തിക്സ് എന്ന് പറയുന്ന സാധനം ഭീരുക്കളുണ്ടാക്കിയ, അതും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷാകവചം, അതാണ് എത്തിക്സ്. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ അറിയോ, ഞാനൊരു ഭീരുവല്ല.